വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരം എഞ്ചാരവേ ഞാൻ കാണുന്നുണ്ട് സ്നേഹസഖിയ. ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും, ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും, എൻ്റെ രക്ഷക എൻ ദൈവമേ നീ അല്ലാതില്ലാരും. എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും, എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും. എൻ ക്ഷീണിതാരോഗത്തിലും നീ മാത്രമെൻ വൈദ്യൻ, മറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തിക്കായി. നിന്മാർവിടാമെന്നാശ്രയമെന്നേശു കർത്താവേ, നിന്മാർവിടാമെന്നാശ്രയമെന്നേശു കർത്താവേ. എൻ്റെ രക്ഷക എൻ ദൈവമേ നീ അല്ലാതില്ലാരും. എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും, എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും. എന്നേശു അല്ലാതില്ല എനിക്കൊരാശ്രയം ഭൂവിൽ, നിന്മാർവിലല്ലാതില്ല എനിക്ക് വിശ്രമം വേറെ. ഈ പാരിലും ഭാരത്തിലും നിസ്തുല്യനൻ പ്രിയൻ, എൻ്റെ രക്ഷക എൻ ദൈവമേ നീ അല്ലാതില്ലാരും. എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും, എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്ക് വേണ്ടി യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ പറയുന്ന ഒരു വാക്യമാണ്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ലോകത്തിൽ നമുക്കെല്ലാവർക്കും ഓരോ സുഹൃത്തുക്കളും ഒക്കെ ഉള്ളവരാണ്. ആരും സുഹൃത്തുക്കളില്ലാത്ത ആരുമില്ല. എന്നാൽ അത് എപ്രകാരം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ നമുക്ക് സഹായമായിരിക്കും എന്നുള്ളൊരു വിഷയമാണ് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കഥ കേട്ടിട്ടുണ്ട്. കാലിന് ബലഹീനതയുള്ള ഒരു ചെറുപ്പക്കാരനെ 2 കൂട്ടുകാർ എപ്പോഴും അവൻ്റെ സഹായത്തിനായി കൂടെ ഉണ്ടാകും. ഒരു ദിവസം അവർ മൂവരും കൂടെ കാടിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിപ്പാൻ കാട്ടിലേക്ക് പോയി. വന്യജീവികൾ ഉള്ള കാട് ഒന്നും അല്ല താനും അത്. അവർ മൂവരും പല കാഴ്ചകൾ കൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. ഇതിനിടയിൽ ഒരു ചെറിയ അനക്കം കാട്ടിനുള്ളിൽ കേട്ടു. അവർ നോക്കിയപ്പോൾ തേൻ നക്കി കുടിക്കുന്ന ഒരു കരടിയെയാണ് കണ്ടത്. അവർ നടന്നു പോവുകയും ചെയ്തു. എന്നാൽ കരടി മനുഷ്യൻ്റെ മണം പിടിച്ച് ഇവരെ പിന്തുടർന്നു. യൗവനക്കാർ തിരിഞ്ഞു നോക്കിയപ്പോൾ കരടി അവരുടെ അടുക്കിലേക്ക് ഓടി വരുന്നു. എന്നാൽ കാൽ വയ്യാത്തവൻ ഓടുവാൻ പറ്റില്ലല്ലോ. മറ്റു 2 സുഹൃത്തുക്കളും ഒരു മരക്കൊമ്പിൽ കയറി അഭയം തേടി. കാൽ വയ്യാത്ത കൂട്ടുകാരനോട് വിളിച്ചു പറഞ്ഞു, നീ ശ്വാസം അടക്കി പിടിച്ച് മരിച്ചവനെ പോലെ നിലത്ത് കിടന്നുകൊള്ളാൻ. സ്വന്തം ജീവനെ രക്ഷിപ്പാൻ സുഹൃത്തുക്കൾ 2 പേരും മരക്കൊമ്പിൽ അഭയം തേടി. ഏതായാലും സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം കാൽ വയ്യാത്ത യുവാവ് ശ്വാസം അടക്കി പിടിച്ച് മരിച്ചവനെ പോലെ കിടന്നു. കരടി അടുത്ത് വന്ന് മണപ്പിച്ച് നോക്കി. ശ്വാസമില്ല എന്ന് കണ്ട് അത് അവിടം വിട്ടുപോയി. അങ്ങനെ അവർ 3 പേര് രക്ഷപ്പെട്ടു. ഇതൊരു കഥയാണെങ്കിലും സ്നേഹിതൻ്റെ വിഷമഘട്ടത്തിൽ കൂടെ നിൽക്കാൻ സാധിക്കാതെ ഓടിയകലുന്ന സ്നേഹിതരാണ് ലോകത്തിലുള്ളത്. എന്നാൽ ലോകസഖികളെല്ലാം മാറിപ്പോയാലും നിൻ്റെ ചാരവേ വന്ന് നിന്ന് നിൻ്റെ ജീവനെ രക്ഷിപ്പാൻ ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. കഷ്ടതയുടെ മധ്യത്തിലും ആപത്തുകളുടെ മധ്യത്തിലും ഏത് സാഹചര്യത്തിലും അകലാത്ത നല്ലൊരു യേശു എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ആ കർത്താവാണ് നമുക്ക് വാക്ക് തന്നിരിക്കുന്നത്: ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല, ലോകാവസാനം വരെ എപ്പോഴും കൂടെയുണ്ടെന്നുള്ള വാഗ്ദത്തം തന്നിരിക്കുകയാണ്. യേശുവിൻ്റെ ശിഷ്യനായ പത്രോസ് വെള്ളത്തിൽ താഴുവാൻ തുടങ്ങിയപ്പോൾ ചാരവേ ചെന്ന് അവനെ രക്ഷിച്ചു. ശിഷ്യന്മാരെല്ലാവരും കൂടെ പടകിൽ പോയപ്പോൾ മുങ്ങിപ്പോവാൻ സാധ്യതയുണ്ടായപ്പോൾ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി അക്കരെ എത്തിച്ച യേശു നിങ്ങളുടെ ജീവിതയാത്രയിലുള്ള ഓളങ്ങളുടെയും തിരമാലകളുടെയും മധ്യത്തിൽ നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ലാസറിൻ്റെ ഭവനത്തിലെ നിരാശകളെ മാറ്റി സന്തോഷം പകർന്നു കൊടുത്ത യേശു നിങ്ങളുടെയും വ്യക്തി ജീവിതത്തിലോ കുടുംബ ബന്ധങ്ങളിലോ ഉള്ള എല്ലാ നിരാശകളും മാറ്റിത്തരുവാൻ കർത്താവ് ശക്തനാണ്. 7 ഭൂതങ്ങളെ പുറത്താക്കി ജീവിതത്തിന് അടുക്കും ചിട്ട ഒരുക്കി കൊടുത്ത ഗുരുവിൻ്റെ മരണത്തിൽ മനം നൊന്ത് കല്ലറയിലേക്ക് ഇരുട്ടുള്ളപ്പോൾ സഹോദരിമാർക്കൊപ്പം പോയ മഗ്ദല മറിയ യേശുവിൻ്റെ ഒഴിഞ്ഞ കല്ലറ കണ്ട് കരഞ്ഞ് തോട്ടത്തിൽ നിൽക്കുമ്പോൾ യേശു അടുത്ത് ചെന്ന് അവളുടെ പേര് വിളിച്ച് അവളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകിയ ശേഷമാണ് യേശു പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറിപ്പോയത്.
നൈനിലെ വിധവയുടെ ദുഃഖങ്ങൾക്ക് പരിഹാരം നൽകി. ചുങ്കക്കാരനായ സക്കായി അവൻ്റെ താല്പര്യത്തെ സഫലമാക്കി കർത്താവ് കൊടുത്തു. കുരുടന് കാഴ്ചയും മുടന്തന് സൗഖ്യവും പക്ഷപാതക്കാരന് വിടുതലും ജയറോസിന് മകളുടെ വിടുതലും പത്രോസിന് അമ്മായിമ്മയുടെ സൗഖ്യവും എല്ലാം നാം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നിശ്ചയമാണ്: ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ചാരവയിൽ നിന്ന് പ്രശ്നം പരിഹരിക്കുവാൻ മതിയായ യേശു ആണ് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു. സമൂഹത്തിലെ നാണക്കേടിനെ അകറ്റി വീട്ടുടമയ്ക്ക് തലയുയർത്തി നിൽക്കുവാൻ യേശു കാനാവിലെ കല്യാണത്തിന് ചെയ്ത അത്ഭുതം ലോകം ഇന്ന് ഓർക്കുന്നു. വിശക്കുന്നവർക്ക് ജീവൻ്റെ അപ്പമായ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ച യേശുവിൻ്റെ പ്രവൃത്തി ഇന്ന് ലോകം തിരിച്ചറിയുന്നു. പ്രിയ ശ്രോതാക്കളെ, ഈ ലോകത്തിൽ പൂർണ്ണമായി ആശ്രയിപ്പാനും വിശ്വസിപ്പാനും ഒരു മനുഷ്യനുമില്ല. അവർ എല്ലാവരും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിപ്പോകും. എന്നാൽ ഏത് സാഹചര്യത്തിലും വിശ്വസിപ്പാൻ ആശ്രയിപ്പാൻ സാധിക്കുന്ന ഏക വ്യക്തി അത് നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തു മാത്രമാണ്. ആകയാൽ ദൈവവചനം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതെന്നാണ്. ആകയാൽ നിങ്ങളുടെ ഏത് വിഷയമായാലും ദൈവാശ്രയം കുറയാതെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി നിൽക്കുന്ന യേശുവിനെ വിളിച്ചപേക്ഷിക്കുക. തക്ക സമയത്ത് നിൻ്റെ ചാരെ വന്ന് പ്രശ്നത്തിൽ പരിഹാരം നൽകും. ലോകസഹികളെല്ലാം മാറിപ്പോയാലും നിൻ്റെ ജീവിതാവസാനം വരെ കൂടെ നിൽക്കാൻ യേശു ഉണ്ട്. നിൻ്റെ കൂടെ നിർത്താനും കൊള്ളാവുന്ന ഏക വ്യക്തി യേശു മാത്രമാണ്. ആകയാൽ ദിവസത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവ് ഈ വചനങ്ങളിൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.